പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങൾ, ദിഗ്രഹ യോഗങ്ങൾ നാം ചർച്ച ചെയ്തു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗങ്ങളാണ്. 3 ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗം. ഇവിടെ യോഗകർത്താക്കളായി വരുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും വ്യാഴവും ശുക്രനുമാണ്. പ്രായേണ നല്ല ഒരു യോഗമായി ഇതിനെ കല്യാണവർമാവ് സാരാവലിയുടെ രചയിതാവായ മഹർഷി വിലയിരുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്ലോകം പഠിക്കുക, മനസ്സിലാക്കുക. സാധ്വീതനയ പ്രാജ്ഞോ കലാസ്വഭിജ്ഞോ ബഹുശ്രുത സാധു ഭാർഗവഗുരു ശശിയോഗേ ജാതസുഭഗോ ഭവേത് പുരുഷ. ഇപ്രകാരം ചന്ദ്രനും വ്യാഴവും ശുക്രനും ഒന്നിച്ചു ചേർന്നാൽ അതിൻ്റെ ഫലഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. സാധ്വീതനയ, ഇദ്ദേഹത്തിൻ്റെ അമ്മ നല്ല പാതിവ്രത്യമുള്ള സ്ത്രീയായിരിക്കും. പതിവ്രതയായ സ്ത്രീയുടെ പുത്രനായി ജനിക്കും ഈ വ്യക്തി എന്ന് സാരം. പ്രാജ്ഞ, ഇയാൾ മഹാപണ്ഡിതനായി ഭവിക്കും. കലാസ്വഭിജ്ഞ, കലാരംഗത്ത് വളരെയധികം ഇദ്ദേഹം ജ്ഞാനമുണ്ടാകാം. കലാ വിഷയങ്ങളിൽ നിപുണനാകും, നിഷ്ണാതനായി തീരുമെന്ന് അർത്ഥം. ബഹുശ്രുത, നല്ല ശാസ്ത്രീയ അടിത്തറ, ശാസ്ത്ര വിഷയങ്ങളിൽ പരിജ്ഞാനമുണ്ടാകാം. സാധു, നല്ല സജ്ജന സ്വഭാവത്തോടു കൂടിയുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര സജ്ജനങ്ങളുടെ ആ സ്വഭാവമായിരിക്കും. സ്വഭാവ വിശേഷത്തോടു കൂടിയ വ്യക്തിയുമായിരിക്കുമെന്ന് സാരം. പിന്നീടോ സുഭഗ, എല്ലാ സൗഭാഗ്യത്തോടും കൂടിയിരിക്കുന്ന വ്യക്തിയുമായിരിക്കും ഈ ത്രിഗ്രഹയോഗം. ചന്ദ്രനും വ്യാഴവും ശുക്രനും. ഇവിടെ വ്യാഴവും ശുക്രനും 2 ആചാര്യഗ്രഹങ്ങളാണ്. അവിടെ മാതൃകാരകനായ ചന്ദ്രൻ കൂടെ ചേരുമ്പോൾ അമ്മയ്ക്ക് ബലം വന്നു, അമ്മ പതിവ്രതയായി. എത്ര നല്ല അർത്ഥവത്തായ ശ്ലോകമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, പഠിക്കുക. നമസ്തേ.